പോലീസ് അക്കാദമിയിലെ ലൈംഗികാതിക്രമ പരാതിയിൽ നടപടി വരികയാണ്. ആരോപണ വിധേയനായ അക്കാദമി ഓഫീസർ കമാൻഡന്റ് പ്രേമനെ സസ്പെൻഡ് ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥയുടെ പരാതിയിൽ വിയ്യൂർ പോലീസ് കേസെടുക്കുകയും ചെയ്തു. വിവരങ്ങളുമായി ലെവിൻ കെ ചേരുന്നുണ്ട്. ലെവിൻ, ഗുഡ് മോർണിംഗ്. ഇത് എന്താണ് സംഭവം? എന്താണ് കേസ് എടുക്കാനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ഈ മാസം 18, 22 തീയതികളിലായി തൃശൂർ രാമവർമ്മപുരം കേരള അക്കാദമിയിൽ വെച്ച് വനിതാ ഉദ്യോഗസ്ഥയായ ജീവനക്കാരിക്ക് നേരെ അസിസ്റ്റന്റ് കമാൻഡന്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ലൈംഗികമായി അതിക്രമം നടത്തി എന്നുള്ളതാണ് പരാതി നൽകി അക്കാദമി ഡയറക്ടർ ADGP PP വിജയനാണ് പരാതി നൽകിയത്. ആ പരാതിയെ തുടർന്ന് ആഭ്യന്തര അന്വേഷണ കമ്മീഷൻ അന്വേഷണം നടത്തിയിരുന്നു. ഈ വനിതകൾ അടങ്ങിയ അന്വേഷണ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഓഫീസർ കമാൻഡന്റായ പ്രേമൻ കടന്നപ്പള്ളിയെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ ADGP തീരുമാനിച്ചത്. നേരത്തെ തന്നെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ വനിതാ ഉദ്യോഗസ്ഥയിൽ നിന്ന് നേരിട്ട് പരാതി കൈപ്പറ്റിയതിനു ശേഷം അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും ഈ ഓഫീസർ കമാൻഡന്റ് ആയിട്ടുള്ള ജോലി ചെയ്തിരുന്ന ഓഫീസർ കമാൻഡന്റായി ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് പ്രേമന് കുറ്റകൃത്യം നടത്തിയതായി ഉദ്യോഗസ്ഥർക്ക് പോലീസിന് ബോധ്യപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ സസ്പെൻഡ് ചെയ്യുകയും വിയ്യൂർ പോലീസിലേക്ക് ലൈംഗിക അതിക്രമ പരാതി കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക അതിക്രമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പോലീസ് കേസുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ADGP അറിയിച്ചിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ അടക്കമുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ പോലീസ് അക്കാദമി പോലൊരു സ്ഥാപനത്തിൽ അനുവദിക്കാനാവില്ലെന്നും ഈ കർശന നടപടി ഉണ്ടാകുമെന്നും ADGP പറയുന്നു. നിലവിൽ പരാതിക്കാരിയായ ഉദ്യോഗസ്ഥയും ഒരാഴ്ചത്തേക്ക് അവധിയിൽ പോയിരിക്കുകയാണ്. ഇതിന് പിന്നാലെ തന്നെ കൃത്യമായ നടപടികൾ ഉണ്ടാകുമെന്നുള്ള സൂചനകളുമാണ് പോലീസ് അക്കാദമിയിൽ നിന്ന് ലഭിക്കുന്നത്. സേതു. ശരി ലെവിൻ, അങ്ങനെ പോലീസ് അക്കാദമിയിലെ ലൈംഗികാതിക്രമ പരാതിയിൽ നടപടി വരികയാണ്. ആരോപണ വിധേയനായ അക്കാദമി ഓഫീസർ കമാൻഡന്റ് പ്രേമനെയാണ് സസ്പെൻഡ് ചെയ്തത്. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നടപടി. ലെവിൻ കെ വിജയനാണ് വിശദമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.